നിങ്ങൾ അരുമമൃഗങ്ങളെ വളർത്താറുണ്ടോ? അവയോടൊപ്പം കിടക്കുകയും കളിക്കുകയുമൊക്കെ ചെയ്യാറുണ്ടോ? അവയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും അവയോടൊത്ത് കളിക്കുമ്പോഴും കുളിപ്പിക്കുമ്പോഴുമൊക്കെ അവയുടെ പല്ലോ നഖങ്ങളോ നിങ്ങളുടെ ദേഹത്ത് കൊണ്ട് ചെറുതും വലുതുമായ മുറിവുകൾ ഉണ്ടാകാറുണ്ടോ? ശ്രദ്ധിക്കുക, നിങ്ങൾ അപകടമുനമ്പിലാണ്. ലോകത്തിലെ ഏറ്റവും ദയനീയമായ രോഗബാധ, അതിനെ തുടർന്നുള്ള അതിദയനീയമായ മരണം, ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത അതുവഴി നിങ്ങൾക്കുണ്ടാകാം. പലരും ധരിക്കുന്ന പോലെ പേവിഷബാധ പട്ടികൾ വഴി മാത്രമല്ല ഉണ്ടാകുന്നത്. പൂച്ചകൾ, കുതിരകൾ, പശു, കുറുക്കൻ തുടങ്ങിയ മൃഗങ്ങളൊക്കെ തന്നെ ഈ രോഗം പരത്താൻ പര്യാപ്തമാണ്. വവ്വാലുകളും ഈ പേവിഷബാധ ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വൈൽഡ് ലൈഫ് ആനിമൽസ് എന്ന് പറയും, കാട്ടുമൃഗങ്ങൾ, കുറുക്കൻ തുടങ്ങിയവ, ഇതൊക്കെ തന്നെ മനുഷ്യനെ കടിക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും അവയുടെ കടിയേറ്റ വളർത്തുമൃഗങ്ങൾ വഴി ഈ പേവിഷബാധ നമുക്കുണ്ടാകാം. റാബിസ് എന്ന് പറയുന്ന ഒരു വൈറസാണ് ഈ രോഗം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ച മൃഗങ്ങളുടെ കടിയോ മാന്തലോ വഴി അവയുടെ ഉമിനീരിൽ പറ്റിയിരിക്കുന്ന ഈ രോഗാണു ഈ മുറിവുകളിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യും. കടിയേറ്റ് അല്ലെങ്കിൽ ഈ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് 2 മുതൽ 4 ആഴ്ചകൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. കഴുത്തിൻ്റെ ഭാഗത്തോ തലയിലോ ഏൽക്കുന്ന മുറിവുകൾ കൂടുതൽ അപകടകാരിയാണ്. കാരണം കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിച്ചാണ് ഈ റാബിസ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ രോഗലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളം കാണുമ്പോൾ ഉണ്ടാകുന്ന അസഹ്യത, വെളിച്ചം കാണുമ്പോൾ ഉണ്ടാകുന്ന അസഹ്യത, അതോടൊപ്പം കഠിനമായ പനിയുണ്ടാകും, മാംസപേശികൾക്ക് വലിച്ചിലുണ്ടാകുകയും രോഗിക്ക് സഞ്ചാരം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും. അതോടൊപ്പം ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടും വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ രോഗിക്ക് കാണുകയും ചെയ്യും. തുടർന്ന് ശ്വാസകോശത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട മസിലുകൾക്ക് വലിച്ചിലുണ്ടാക്കുകയും ശ്വാസതടസ്സമുണ്ടാകുകയും ചെയ്യും. അതിനെ തുടർന്ന് രോഗി ശ്വാസമെടുക്കുന്നതിന് കഷ്ടപ്പെടുകയും ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കുകയൊക്കെ ചെയ്യും. ശ്വാസം കിട്ടാതെയുള്ള ആ ശബ്ദം പട്ടി കടിച്ചതിനെ തുടർന്ന് പട്ടിയുടെ മോങ്ങലാണ്, പട്ടിയുടെ കുരയാണ് എന്നൊക്കെയുള്ള ധാരണയാണ് സാമാന്യ ജനങ്ങൾക്കുണ്ടാകുന്നത്. പക്ഷേ രോഗിയുടെ ദയനീയാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ആ ശബ്ദം എന്നുള്ളത് വൈദ്യശാസ്ത്രം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ശ്വാസതടസ്സമുണ്ടാക്കുകയും രോഗി അതികഠിനമായ പീഡകൾ അനുഭവിച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് റാബിസിൻ്റെ അല്ലെങ്കിൽ പേവിഷബാധയുടെ അന്ത്യമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള രോഗം ഒഴിവാക്കുന്നതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. വീട്ടിൽ വളർത്തുന്നതല്ലേ, അതിന് കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല എന്ന ഉദാസീന ഭാവം കൈവെടിയണം. ഒരു കാരണവശാലും ഈ കുത്തിവയ്പ്പുകളിൽ നിന്ന് വളർത്തുമൃഗങ്ങളെ ഒഴിവാക്കരുത് എന്നർത്ഥം. അതോടൊപ്പം തന്നെ ഈ വളർത്തുമൃഗങ്ങളുമായുള്ള ഇടപെടൽ നടത്തുമ്പോൾ, പ്രത്യേകിച്ചും കുട്ടികളിൽ, അവയുടെ കടിയേൽക്കാനുള്ള അവസരമോ സാധ്യതയോ ഒഴിവാക്കാനുള്ള മുൻകരുതലെടുക്കണം. അഥവാ കടിയേറ്റാൽ ഉടനെ തന്നെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം രോഗിയെ അല്ലെങ്കിൽ വ്യക്തിയെ ഒരു വിദഗ്ധനായ ഡോക്ടറെ അടുത്തെത്തിച്ച് ആവശ്യമായ ചികിത്സകൾ ഉടനെ തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്യാതെ കഴുകൽ കൊണ്ട് മാത്രം പേവിഷബാധ
ഇല്ലാതാക്കാമെന്നുള്ള ധാരണ ഉണ്ടാകുന്നത് അപകടകരമാണ്. പ്രാദേശികമായി ഒട്ടനവധി ഒട്ടുതൊടുക്ക് വിദ്യകൾ പേവിഷബാധയ്ക്കെതിരെ പലരും ചെയ്യാറുണ്ട്. തീപ്പെട്ടി അല്ലെങ്കിൽ തീക്കൊള്ളി അതിൽ വെള്ളമൊഴിച്ച് ചൂടാക്കി ആ വെള്ളം കൊണ്ട് കഴുകുക, ചില ലോഷനുകൾ തേക്കുക തുടങ്ങിയ അശാസ്ത്രീയമായ വഴികളിലൂടെ പേവിഷബാധയെ ശമിപ്പിക്കാം അല്ലെങ്കിൽ ഇല്ലാതാക്കാമെന്നുള്ള തോന്നൽ ഉണ്ടാകരുത്. യാതൊരു കാരണവശാലും ഉദാസീന മനോഭാവം ഉണ്ടാകരുത് എന്നർത്ഥം. ഒരു പകർച്ചവ്യാധി അല്ലെങ്കിൽ പോലും പ്രതിരോധമാണ് പ്രധാനമെന്നുള്ള തത്വം പേവിഷബാധയ്ക്കും ബാധകമാണ്. അതുകൊണ്ട് പ്രതിരോധത്തിലൂന്നുക. വന്ന് ചികിത്സിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നതുകൊണ്ട് തന്നെ.